മോദിയുടെ മാറ്റങ്ങൾക്കുള്ള സാധ്യതകളൊക്കെ പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ദേശീയ തലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാധ്യമപ്രവർത്തകൻ സൂചിപ്പിച്ച ഒരു കാര്യം, അദ്ദേഹം 2001 ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായി എത്തുന്നു. BJP-യിലെ വലിയ പടലപ്പിണക്കങ്ങളുടെ ഒക്കെ സമയത്താണ് അദ്ദേഹം അങ്ങോട്ടേക്ക് എത്തുന്നത്. പിന്നെ തുടർച്ചയായി 3 വട്ടം ഗുജറാത്ത് മുഖ്യമന്ത്രിയാവുന്നു. വിദേശ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് പലരും പറഞ്ഞു. പക്ഷേ ഒരു ഗ്ലോബൽ ലീഡർ എന്ന നിലയിലേക്ക് മാറാൻ മോദിക്ക് കഴിഞ്ഞു എന്നാണ്. അതായത് ഈ സഖ്യകക്ഷിയെ അല്ലെങ്കിൽ മറ്റ് നേതാക്കളെയൊക്കെ കൃത്യമായ സമവായത്തിലെത്തിച്ച് ഭരണത്തിലേക്ക് പോകാൻ മോദിക്ക് അത്ര വലിയ പ്രയാസമുണ്ടാകും എന്ന് കരുതാമോ? അതെങ്ങനെയാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുക? ദിവിഷ, ഇത് ഒന്നാം മോദി സർക്കാരും രണ്ടാം മോദി സർക്കാരും തമ്മിലുള്ള ഇത് കാലഘട്ടം കഴിഞ്ഞപ്പോൾ മൂന്നാം മോദി സർക്കാരിലേക്ക് വരുമ്പോൾ മാറ്റം വളരെ പ്രകടമാണ്. കാരണം അന്നത്തെ മോദിയല്ല ഇന്നത്തെ മോദി. ഇന്ന് വളരെ വൾണറബിളാണ് മോദിയും BJP-യും എന്നുള്ളത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. 2019-ലും 2014-ലും വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. BJP-ക്ക് മാത്രം ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടായിട്ടും NDA കക്ഷികളെ ഒപ്പം കൂട്ടിയുള്ള ഒരു ഭരണത്തിന് തയ്യാറായിട്ടുണ്ട്. പക്ഷേ അവിടെയും തീരുമാനങ്ങൾ എടുത്തിരുന്നത് നരേന്ദ്രമോദി തന്നെയായിരുന്നു, അമിത്ഷാ തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നിന്നും മാറി ഇപ്പോൾ ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത 32 സീറ്റുകൾ കൂടി വേണം ഇനി ഭൂരിപക്ഷം ഉണ്ടാകാൻ. അപ്പോൾ അതില്ലാതെ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ രണ്ട് കക്ഷികൾ പ്രീപോൾ അലയൻസ് ആണ് ജനതാദൾ യുണൈറ്റഡുമായും TDP-യുമായും. അതായത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉണ്ടാക്കിയ സഖ്യം എന്നുള്ള നിലയ്ക്ക് സുശക്തമാണ് ആ സഖ്യം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഈ രണ്ട് നേതാക്കൾക്കും അവരവരുടേതായ വിലപേശൽ ശക്തികൾ ഉള്ളവരാണ്. ആ വിലപേശലിൽ BJP-യുടെ കോർ അജണ്ടകളുണ്ട്. BJP നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ചില അജണ്ടകളുണ്ട്. അതിൽ കുറേയൊക്കെ കഴിഞ്ഞ 2 ഭരണകാലഘട്ടത്തിലും അവർ നടപ്പാക്കിയെങ്കിൽ ഇനി അങ്ങോട്ട് അവർ നിർദ്ദേശിച്ചിരുന്ന അല്ലെങ്കിൽ പ്രചരണത്തിൽ മുന്നോട്ട് വെച്ചിരുന്ന ചില കാര്യങ്ങൾ, ഏകീകൃത സിവിൽ കോഡ്, അതുപോലെ ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ്, ഇവയെല്ലാം തന്നെ വലിയ തോതിൽ ഒരു തടസ്സത്തെ നേരിടും എന്നുള്ള കാര്യം സംശയമില്ലാത്തതാണ്. TDP ആയിരുന്നാലും നിതീഷ് കുമാർ ആയിരുന്നാലും 2 സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആന്ധ്രയും ബീഹാറിലും വലിയ തോതിൽ മുസ്ലിം ജനവിഭാഗങ്ങളുള്ള സംസ്ഥാനമാണ് ഈ രണ്ടിടവും എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ന്യൂനപക്ഷ കേന്ദ്രീകൃത സംസ്ഥാനങ്ങളാണ്. ഇന്ന് തന്നെ ചന്ദ്രബാബു നായിഡുവിൻ്റെ മകൻ നാരാ ലോകേഷ് നൽകിയിരിക്കുന്ന അഭിമുഖം അനുസരിച്ചിട്ടാണെങ്കിൽ മുസ്ലിം സംവരണം പിൻവലിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത് BJP അമിത്ഷാ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ആവർത്തിച്ച് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് മുസ്ലിം സംവരണം ഞങ്ങൾ അവസാനിപ്പിക്കും എന്നുള്ളത് സംസ്ഥാനങ്ങളിലുള്ളത്. അതിപ്പോൾ പിൻവലിക്കില്ല എന്ന് പറയുമ്പോൾ തന്നെ ആദ്യത്തെ ഒരു വെടി പൊട്ടിച്ചിരിക്കുകയാണ് തെലുഗുദേശം പാർട്ടി ഇതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ പണ്ട്, അതായത് ആദ്യമായി വാജ്പേയി സർക്കാർ 1996-ൽ 96-ൽ അധികാരത്തിൽ വരുമ്പോൾ അന്ന് ഈ വിവാദ വിഷയങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അന്നൊരു പരിപാടി മുന്നോട്ട് വച്ചിരുന്നു. നാഷണൽ അജണ്ട ഫോർ ഗവർണൻസ് എന്നായിരുന്നു അന്ന് അതിനിട്ട പേര്. NAG, നാഷണൽ അജണ്ട ഫോർ ഗവർണൻസ് എന്ന് പേരിട്ട് ഈ വിവാദ വിഷയങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഞങ്ങൾ ഭരിക്കാൻ ഉദ്ദേശിക്കുന്ന ഇന്ന രീതികളിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്നത്തെ വാജ്പേയി സർക്കാർ അധികാരത്തിൽ വരുന്നത്. അത് പിന്നീട് UPA വരുമ്പോൾ കോമൺ മിനിമം പ്രോഗ്രാം എന്നുള്ള പേരിലേക്ക് മാറി എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോഴും അത്തരത്തിലൊരു കോമൺ മിനിമം പ്രോഗ്രാം വേണമെന്നുള്ളൊരു ആവശ്യമൊന്നും ഒരിടത്തൊന്നും ഉയർന്നിട്ടില്ല. പക്ഷേ ഈ കോർ അജണ്ടകൾ നടപ്പാക്കുന്ന ഒരു ഘട്ടം വരുമ്പോൾ ഈ 2 പാർട്ടികളും എന്ത് നിലപാടെടുക്കും എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധാപൂർവം വീക്ഷിക്കേണ്ടതാണ്. TDP ആയിരുന്നാലും ജനതാദൾ യുണൈറ്റഡ് ആയിരുന്നാലും മറ്റ് ഘടകകക്ഷികളും അവർക്കുണ്ട്. അപ്പോൾ ഇവരൊക്കെ എന്ത് നിലപാടെടുക്കും എന്ന് പറയുമ്പോൾ ഒരു സമവായത്തിലൂടെ അല്ലാതെ ഈ കാര്യങ്ങൾ നടപ്പാക്കാൻ അവർക്ക് കഴിയില്ല. അതേസമയം ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട് UCCയുടെ കാര്യത്തിൽ ജനതാദൾ യുണൈറ്റഡിന് തർക്കമില്ല എന്നുള്ളത്. ശരിയായിരിക്കാം. കഴിഞ്ഞ ജനതാദൾ യുണൈറ്റഡ് രാജ്യസഭയിൽ ഈ വിവാദ ബില്ലുകളിലൊക്കെ സർക്കാരിനൊപ്പം നിന്ന പാർട്ടിയാണ് ജനതാദൾ യുണൈറ്റഡ് എന്ന് പറയുന്നത്. അപ്പോൾ ജനതാദൾ യുണൈറ്റഡിൻ്റെ കാര്യത്തിൽ അത്തരത്തിൽ ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും TDP ഏത് നിലപാടെടുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ഇന്ത്യ അലയൻസിലുള്ള കക്ഷികൾ ഇവരെ രണ്ടുപേരെയും അടർത്തിയെടുത്ത് സർക്കാർ ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുള്ള പരസ്യമായി പ്രകടിപ്പിക്കുന്ന നിരവധി സഖ്യകക്ഷികൾ ഇന്ത്യ സഖ്യത്തിനൊപ്പമുണ്ട്. മമതാ ബാനർജി ആയിരുന്നാലും ഇന്നലെ പറഞ്ഞത് ഞങ്ങളിപ്പോൾ ഉണ്ടാക്കുന്നില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ, നാളത്തെ കാര്യം പറഞ്ഞിട്ടില്ല എന്നാണ്. അപ്പോൾ അവരുടെ പ്രതീക്ഷ ഇപ്പോഴും ഈ 2 നേതാക്കളിലാണ്. ഇവർ രണ്ടുപേരും മതേതര സ്വഭാവമുള്ളവരാണ്, ഇത്തരത്തിൽ ഒരു ന്യൂനപക്ഷ വിരുദ്ധ നിലപാടുകളൊന്നും ഇല്ലാത്തവരാണ്, ഞങ്ങളോടൊപ്പമല്ലേ നിൽക്കേണ്ടത് എന്നുള്ളൊക്കെയുള്ള രാഷ്ട്രീയമായ വിഷയങ്ങളും ഭാഷകളും ഒക്കെ ഇവരുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. പക്ഷേ മോദിയെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ടുള്ള കാലഘട്ടം എന്ന് പറയുന്നത് സമവായത്തിൻ്റെ പാത തന്നെയായിരിക്കും. അത് അദ്ദേഹം ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ NDAയുടെ മീറ്റിങ്ങിൽ പറഞ്ഞു. ഇനി അങ്ങോട്ട് സമവായത്തിൻ്റെ രാഷ്ട്രീയമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു.
പറഞ്ഞു. ഞാനെന്നുള്ള വാക്ക് ഒഴിവാക്കി. മോദി ഗ്യാരണ്ടി, മോദിക്ക് സർക്കാർ എന്നൊക്കെ ഉള്ളത് മാറ്റി NDA സർക്കാർ എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. ആദ്യത്തെ ഒരു ഹണിമൂൺ പീരീഡ് ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു കൊല്ലമൊക്കെ അങ്ങനെയൊക്കെ പോകാനുള്ളൊരു സാധ്യതയാണ് ഉള്ളത്. പക്ഷേ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ച് ഈ 32 എന്ന് പറയുന്ന ആ മാജിക് സംഖ്യ, അതായത് ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിയുന്ന ആ മാജിക് സംഖ്യ ഉണ്ടാക്കിയെടുക്കാൻ BJPക്ക് കഴിഞ്ഞാൽ, അതായത് മറ്റു പാർട്ടികളിൽ നിന്ന് നടത്തിയെടുത്തോ അല്ലെങ്കിൽ മറ്റു പാർട്ടികളെ കൂടെ MPമാരെ ഒപ്പം ചേർത്തുകൊണ്ടോ എന്തെങ്കിലും രീതിയിൽ ഇവർ എന്തെങ്കിലും ഒരു ഭൂരിപക്ഷം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ BJP അവരുടെ കോർ അജണ്ട നടപ്പാക്കുന്നതിലേക്ക് വീണ്ടും നീങ്ങും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ മോദിയെപ്പോലെ വളരെ ഗ്രൗണ്ടിൽ നിന്നുള്ള രാഷ്ട്രീയക്കാരൻ, താഴെത്തട്ടിൽ നിന്നുള്ള വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരൻ ഉള്ളിടത്തോളം കാലം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അദ്ദേഹം മുന്നോട്ട് പോകും. പലപ്പോഴും നമ്മൾ ഈ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം, ശരീരഭാഷ മോദിയുടെ അപ്രഭാതത്വം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ മോദിയുടെ ശരീരഭാഷ വളരെ വലിയ ഒരു ഉറപ്പിൻ്റെ ഒരു ലക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം NDA യോഗത്തിൽ അദ്ദേഹത്തിന് അറിയാം, ചന്ദ്രബാബു നായിഡും നിതീഷും ഇടതുഭാഗത്തിരിക്കുന്ന ആ 2 പേരില്ലാതെ എനിക്കിനി മുന്നോട്ട് പോകാൻ തൽക്കാലം കഴിയില്ല എന്നുള്ളൊരു തിരിച്ചറിവ് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ് അതിലെ ഏറ്റവും ശ്രദ്ധേയമായ രാഷ്ട്രീയം. വരുന്ന ഏകദേശം 1-2 കൊല്ലം എന്ന് പറയുന്നത് പഴയ വാജ്പേയി സർക്കാരിൻ്റെ സമയത്തുള്ള ഒരു യഥാർത്ഥ സഖ്യകക്ഷി സർക്കാർ എന്നുള്ള രൂപത്തിൽ തന്നെ BJPക്ക് ഈ സർക്കാരിനെ കൊണ്ടുപോകേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഈ രാഷ്ട്രീയ നമുക്ക് വിലയിരുത്താൻ കഴിയുക. ബസ്വന്ത്, ഈ അതേസമയം മറുപക്ഷത്ത് ഇപ്പോൾ ആദ്യം തന്നെ ഈ വിജയത്തിന്റെ പിന്നാലെ വന്ന ആദ്യ ആരോപണം ഓഹരി കുംഭകോണം എന്ന ആരോപണമാണ് പ്രതിപക്ഷത്ത് നിന്ന് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത്. ഈ പുതിയ സഭാ സമ്മേളനം തുടങ്ങുമ്പോൾ തന്നെ സർക്കാരിനെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി ശക്തമാവുക എന്നതാണോ പ്രതിപക്ഷത്തിന്റെ നിലവിലെ ഒരു ധാരണ, അതോ ക്രിയാത്മകമായി വേണ്ട വിഷയങ്ങളിൽ കൃത്യമായ ഇടപെടലും ചർച്ചകളും ഒക്കെയായി മുന്നോട്ട് പോയി ഏറ്റവും അത്യാവശ്യ ഘട്ടത്തിൽ സർക്കാരിനെ മുൾമുനയിലാക്കുന്ന രീതിയിലുള്ള നടപടികളിലേക്ക് പോവുക എന്നതാണോ? എന്താണ് പ്രതിപക്ഷ ഐക്യത്തിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചിന്ത? പ്രതിപക്ഷത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അടുത്തിടെ കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ കിട്ടിയ ഏറ്റവും വലിയ ഒരു ഫിഗറാണ് പ്രതിപക്ഷത്തിനുള്ളത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പോലും 2 തവണ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിൻ്റെ ഔദ്യോഗികമായി ലഭിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ 55 പോലും ലഭിക്കാത്ത ഒരു സാഹചര്യത്തിൽ നിന്നും 99ലേക്ക് കോൺഗ്രസ് എത്തിയിട്ടുണ്ട്. അതുപോലെ തൃണമൂൽ കോൺഗ്രസ് തകർന്നടിയുമെന്ന് പറഞ്ഞ പശ്ചിമ ബംഗാളിൽ BJP ആണ് അവിടെ തകർന്നടിഞ്ഞത്. കഴിഞ്ഞ തവണ ലഭിച്ച സീറ്റുകൾ പോലും ലഭിച്ചില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷം എന്തായിരുന്നാലും സർക്കാരിനെ വലിയ തോതിൽ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതായിരിക്കും. ഈ ഓഹരി കുംഭകോണം എന്നുള്ള ഇപ്പോഴത്തെ ആരോപണം, പുതിയ ആരോപണം, അതായത് എക്സിറ്റ് പോൾ മുൻനിർത്തി നിരവധി പേർ പണമുണ്ടാക്കി ഇടത്തരം നിക്ഷേപകർ അല്ലെങ്കിൽ ചെറുകിട നിക്ഷേപകർക്ക് 3 ലക്ഷം കോടി രൂപയാണ് നഷ്ടപ്പെട്ടത് എന്നുള്ളതും അത് JPC വേണം എന്നുള്ള ആവശ്യം എന്ന് പറയുന്നതും സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിൽ ആദ്യത്തെ പാർലമെൻറ്റ് സമ്മേളനം തന്നെ കലുഷിതമാക്കുമെന്നുള്ള കാര്യമാണ് യാതൊരു സംശയവുമില്ല. അത് അവർ വ്യക്തമാക്കിയിട്ടുമുണ്ട്. 18-ാം തീയതി സമ്മേളനം തുടങ്ങുന്നു എന്നൊരു സൂചനയുണ്ട്. 18-ാം തീയതി ആദ്യ ഏതാനും ദിവസങ്ങൾ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയുമായി മുന്നോട്ട് പോകും. അത് കഴിഞ്ഞുള്ള കാര്യപരിപാടികളിലേക്ക് കയറുമ്പോൾ ഇത് വലിയൊരു വിഷയമായി തന്നെ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരും. അതോടൊപ്പം തന്നെ മറ്റു വിഷയങ്ങളും അവർ മുന്നോട്ട് വെക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ അവർക്ക് വ്യക്തമായ ഒരു ശക്തി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകണമെന്നുള്ള കോൺഗ്രസിൻ്റെ ഇന്നലത്തെ CWC യോഗത്തിൻ്റെ തീരുമാനം. അതായത് രാഹുൽ ഗാന്ധി പിറകിൽ നിന്നല്ല നയിക്കേണ്ടത്, ഈ തെരഞ്ഞെടുപ്പിൽ മുന്നിൽ നിന്ന് നയിച്ചത് രാഹുൽ ഗാന്ധിയാണ്. ഭാരത് ജോഡോ യാത്ര പോയ സ്ഥലങ്ങളിൽ നിന്നും 41 സീറ്റുകളാണ് പ്രതിപക്ഷ സഖ്യത്തിന് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊരു വലിയ വിജയം എന്നുള്ള നിലയിൽ ഒരു നേതാവായി മാറാൻ, അല്ലെങ്കിൽ കളിയാക്കലിൻ്റെ കാലഘട്ടം കഴിഞ്ഞു രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം. ഒരു മെച്യൂർഡ് പൊളിറ്റീഷ്യൻ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരനായി മാറിക്കഴിഞ്ഞൊരു സാഹചര്യത്തിൽ രാഹുൽ മുന്നിട്ടിൽ നിന്ന് നയിക്കണം എന്നുള്ളതാണ് ഇനിയിപ്പോൾ പ്രതിപക്ഷത്തിന്റെ ആവശ്യം. എല്ലാ ഘടകകക്ഷികളും ശക്തമായ രീതിയിലുള്ള പ്രതിപക്ഷ ഇടപെടലുകൾ, ഒപ്പം തന്നെ അതിനെ കേന്ദ്ര മന്ത്രിസഭയാകട്ടെ അല്ലെങ്കിൽ NDA സഖ്യമാകട്ടെ അവരെങ്ങനെ അതിനെ ഡീൽ ചെയ്യുന്നു, അതൊക്കെ നമ്മളിനി കാണാൻ പോകുന്ന പൂരമാണ്.